ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ 195ാമത് ജീവകാരുണ്യ ചലഞ്ച് നടത്തി. അപകടത്തെ തുടർന്നും മറ്റ് ദുരിതങ്ങളെ തുടർന്നും കഷ്ടത അനുഭവിക്കുന്ന യുവാവിനെ സഹായിക്കുവാനാണ് ചലഞ്ച് നടത്തിയത്. ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 195ാമത് ചലഞ്ച് കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ നടന്നു. 2 അപകടങ്ങളെ തുടർന്നും ക്യാൻസർ ബാധിതയായ അമ്മയുടെ മരണത്തെ തുടർന്നും ഏറെ ദുരിതത്തിലായ അരവിന്ദ് എന്ന യുവാവിനെ സഹായിക്കാനാണ് ചലഞ്ച് സംഘടിപ്പിച്ചത്. അരവിന്ദിന്റെ ചികിത്സയ്ക്കായി ഉണ്ണിയപ്പ ചലഞ്ചാണ് സംഘടിപ്പിച്ചത്. ചലഞ്ചിലൂടെ ലഭിച്ച തുകയും തിങ്കളാഴ്ച ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് 5 മുസ്ലിം ദേവാലയങ്ങളുടെ മുന്നിൽ ചലഞ്ച് ബോക്സ് വെച്ച് ശേഖരിക്കുന്ന തുകയും ചേർത്ത് കൈമാറുമെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി ഡേവിഡ് അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റോഷൻ, ഉല്ലാസൻ, സരിത, ഓമന, ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിനി, കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ പ്രവർത്തകരായ അനീഷ് സേന, ജോമോൻ, ലല്ലു ജോൺ, ഷെർലി, സന്തോഷ്, സുഭാഷ്, രാജേഷ് പടിപ്പുര തുടങ്ങിയവർ പങ്കെടുത്തു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 195ാമത്തെ ചലഞ്ചാണ്. കാർത്തിപ്പള്ളി ടൗൺ നിറഞ്ഞ് 20 വയസ്സുള്ള ലാലിച്ചാനാണ് ഫോട്ടോ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. 2 അപകടം. അമ്മ ക്യാൻസർ വന്ന് മരിച്ചുപോയി. എന്ത് ചെയ്യാൻ പറ്റും? ആ കുടുംബത്തെ സഹായിക്കാൻ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ സർജറി നടക്കും. ആ ചെറുപ്പക്കാരൻ ഓടി നടക്കും. വിദേശത്തൊക്കെ പോകാൻ റെഡിയായ പയ്യനാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ പയ്യനാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ചെറിയ അപകടമെങ്കിൽ ഒരു ചെറിയ കല്ലേ കയറിയാൽ മതി, ബൈക്കിൽ ജീവിതം. എൻ്റെ കൂടെ അജി അങ്ങനെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നതാണ്. ആരും വിചാരിച്ചില്ല അജി എഴുന്നേൽക്കുമെന്ന്. ഇന്ന് വീണ്ടും 1ാമത്തെ ഉണ്ണിയപ്പച്ചന്തി ഇതുപോലെ ഉണ്ണിയപ്പം തിരിച്ചിടാൻ അജി ഉണ്ടായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് അജിയെ കട്ടിലാക്കി നടത്തിക്കളഞ്ഞു. ഒരിക്കലും ഒരു മനുഷ്യർ വിചാരിച്ചില്ല അജി എഴുന്നേൽക്കുമെന്ന്. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അജി തിരിച്ചു വരും എന്നുള്ളത്. 95ാമത് ചലഞ്ച് വളരെ കുറച്ച് സമയം കൊണ്ട് 90,300 രൂപ ശേഖരിക്കാൻ സാധിച്ചൊരു സന്തോഷത്തിലാണ്. 20 വയസ്സുള്ള ഒരു മകൻ തൻ്റെ കാലിന് സ്വാധീനം നഷ്ടപ്പെട്ട വിധത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധത്തിൽ അപകടത്തിൽ ബുദ്ധിമുട്ടുമ്പോൾ ആ ഒരു വീട്ടിൽ അമ്മ ക്യാൻസർ രോഗത്താൽ മരിച്ചു. ഈ മകന് തന്നെ, ഈ കുഞ്ഞിന് തന്നെ 2 അപകടം. ഒരു ഹോസ്പിറ്റലിൽ പോകുവാൻ വണ്ടിക്കൂലിക്ക് പോലും നിവൃത്തിയില്ല എന്നുള്ള പിതാവിന്റെ ദുഃഖമാണ് ഈ കാണുന്ന പൈസ. ഹരിപ്പാട്.